സർക്കാർ ഉത്തരവ് ലംഘിച്ച് ജാതി അധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പരുതൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ കേരളത്തിൽ കോളനി എന്ന പേര് നിയമം മൂലം എടുത്തുമാറ്റിയിട്ടും പരുതൂർ പഞ്ചായത്ത് ഭരണസമിതി പഴയ പല്ലവി ആവർത്തിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1-ാം വാർഡിൽ റോഡ് നവീകരിച്ചിരുന്നു. നവീകരിച്ച റോഡിന്റെ പഴയ പേരിൽ മാറ്റം വരുത്താതെ ജാതിപ്പേരിനൊപ്പം കോളനി എന്നെഴുതിയ ബോർഡ് കഴിഞ്ഞ ദിവസം സ്ഥാപിക്കുന്ന സ്ഥിതിയുമുണ്ടായി. UDF നേതൃത്വം നൽകുന്ന ഭരണസമിതി സ്ഥാപിച്ച ബോർഡിനെക്കുറിച്ച് പ്രദേശത്ത് ചർച്ചയാവുകയും അത് പട്ടികജാതി ജനവിഭാഗങ്ങളെ അപമാനിക്കുന്നതുമായിരുന്നു. ഇതിനെതിരെയാണ് PKS UDF നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ച് PKS ഏരിയ സെക്രട്ടറി P. ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. ആ ഉത്തരവ് വന്നതിന് ശേഷമാണ് ഈ ചോഴിയാങ്കുന്നത്ത് പ്രദേശത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡിൽ ഒരു വിഭാഗത്തിന്റെ പേര് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. 2 തെറ്റാണ് പഞ്ചായത്ത് ഭരണസമിതിക്കാരൻ ചെയ്തിട്ടുള്ളത്. 1, ഒരു സമുദായത്തിന്റെ പേര് ഉപയോഗിച്ചു. 2, കോളനി എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കോളനി എന്ന പദം ആ ബോർഡിൽ പ്രദർശിപ്പിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ പ്രവർത്തകർ അതറിഞ്ഞ് അവിടെ എത്തിയപ്പോ ആ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് രാത്രി ബോർഡ് മാറ്റിയിട്ടില്ല. ഞങ്ങൾ ഇന്ന് അവിടെ പോയിരുന്നു. ബോർഡ് ഇപ്പോഴും അവിടെ ഉണ്ട്. അതിന് മുകളിൽ സ്റ്റിക്കറാണ് മാറ്റിയിട്ടുള്ളൂ. തൊട്ടപ്പുറത്ത് ഏകദേശം 6 മാസം മുമ്പ് സ്ഥാപിച്ച ബോർഡ് ഞങ്ങൾ കാണുകയുണ്ടായി. EP ശിവശങ്കരൻ അധ്യക്ഷനായി. PK ചെല്ലുക്കുട്ടി, KC അലി ഇക്ബാൽ, TT പ്രകാശൻ, ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. എന്നാൽ സർക്കാർ ഉത്തരവ് വരുന്നതിന് മുൻപ് സ്ഥാപിച്ച ബോർഡിന്റെ പേരിലാണ് മാർച്ച് നടത്തിയിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ പ്രതികരിച്ചു. NCV ന്യൂസ് തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.